5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. തിരുവാങ്കുളം കേസ് ട്വിസ്റ്റോട് ട്വിസ്റ്റ്. ഒരമ്മ മകളെ കൊണ്ടുപോയി 4 വയസ്സുകാരിയായ മകളെ കൊണ്ടുപോയി ആറ്റിലെറിയുന്നു. അമ്മ ഒന്നും അറിയാത്ത കണക്ക് തിരിച്ചു വരുന്നു. പിന്നെ അമ്മയിൽ സംശയം തോന്നി പോലീസും സ്കൂബ ഡൈവിംഗുകാരും എല്ലാവരും കൂടി കുഞ്ഞിനെ കണ്ടുപിടിക്കുന്നു. കല്യാണിയെ കണ്ടുപിടിക്കുമ്പോൾ അമ്മ വീണ്ടും മാനസിക നില തെറ്റിയവരാണെന്ന് പറയുന്നു. അച്ഛൻ പറയുന്നു മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ ആകെ ഒരു കൺഫ്യൂഷനിലേക്ക് പോയ കേസാണ്. 2ാം ദിനമായപ്പോഴാണ് കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് കഥ വീണ്ടും മാറുകയാണ്. കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിരവധി പാടുകളുണ്ട്. കാണാൻ പറ്റുന്ന ശരീരത്തിൽ പുറത്ത് കാണിക്കുന്ന സ്ഥലങ്ങളും പുറത്ത് കാണാത്ത ഗുഹ്യഭാഗങ്ങളിലും ഒക്കെ പാടുകൾ. എന്താണ് ഇതിൻ്റെ ലക്ഷണം? ആ കുഞ്ഞിനെ ലൈംഗികമായി പീഡിപ്പിച്ചതിൻ്റെ ലക്ഷണങ്ങളാണെന്ന് ഡോക്ടർമാർ വിധി എഴുതുന്നു. അന്വേഷണം മറ്റൊരു വഴിക്ക് തിരിയുന്നു. ബന്ധുമിത്രാദികളെല്ലാം ചോദ്യം ചെയ്യുന്നു. ആരും ഒരു കുറ്റവും ഏൽക്കുന്നില്ല. എല്ലാവർക്കും പോലീസിനെ വട്ടം കറക്കാൻ അറിയാമല്ലോ. നമുക്ക് തെറ്റ് ചെയ്യുന്നതിനേക്കാൾ മിടുക്കന്മാരായല്ലോ നമ്മൾ തെറ്റ് ഒളിച്ചു വെക്കാൻ. അവസാനം ആ കുഞ്ഞിൻ്റെ കല്യാണിയുടെ അച്ഛൻ്റെ ഒരു ബന്ധു, ഏറ്റവും അടുത്ത ബന്ധു കുറ്റമേൽക്കുന്നു. എത്ര പരിതാപകരമാണ്! കഴിഞ്ഞ 1 വർഷക്കാലമായി ഈ കുഞ്ഞിനെ ലൈംഗികമായി പീഡിപ്പിക്കുന്നു. 4 വയസ്സായ പെൺകുട്ടികൾ എന്ത് ലൈംഗിക ആസക്തി തോന്നാനാണ്? കാമാസക്തി ഉള്ളവർക്ക് പോലും, കാമത്തിൻ്റെ ഭ്രാന്ത് പിടിച്ചവർക്ക് പോലും 4 വയസ്സായ പെൺകുട്ടിയിൽ എന്താണ് കാണാനുണ്ടാവുക? ശരീരത്തിന് വളർച്ച, 4 വയസ്സായ കുട്ടിയുടെ ശരീരത്തിൽ എന്താണ് വളർച്ച ഉണ്ടാവുക? ശരീരപുഷ്ടി എന്തായിരിക്കും 4 വയസ്സായ കുട്ടിയുടെ? ആ കുട്ടിയുടെ ഏത് ഭാഗം എങ്ങനെ എവിടെ കണ്ടിട്ടാണ് ലൈംഗികമായി നിരന്തരം പീഡിപ്പിക്കാൻ തോന്നിയത്? ആ കുഞ്ഞിനെ മുറിവേൽപ്പിച്ചപ്പോൾ ആ കുഞ്ഞ് പലപ്പോഴും അമ്മയോട് ഇത് പറഞ്ഞതായി അമ്മ പറയുന്നു. അമ്മ പോയി ആ ബന്ധുവിനെ വഴക്കുണ്ടാക്കിയതായി പറയുന്നു, തല്ല് കൊടുത്തതായി പറയുന്നു. പക്ഷെ കുഞ്ഞിന് നീതി ലഭിച്ചില്ല. കുഞ്ഞിൻ്റെ അമ്മയുടെ അതൊരു വലിയ കേസോ പ്രശ്നമോ ആക്കി തീർത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ കുഞ്ഞ് രക്ഷപ്പെടുമായിരുന്നു. ഇനി കുഞ്ഞിനെ കൊല്ലാൻ അമ്മയെ പ്രേരിപ്പിച്ചത് ഈ ഘടകം കൂടിയാണോ? ഇങ്ങനെ ഒരു മകളെ എനിക്ക് വേണ്ട എന്നുള്ളത് ഘടകം കൂടിയാണോ? ഈ സംഭവം വലിച്ചെറിയപ്പെടുന്നതിൻ്റെ തലേ ദിവസവും കുഞ്ഞിനെ പീഡിപ്പിച്ചിരിക്കുന്നു. ഇതിൽ വളരെ രസകരമായ മറ്റൊരു കാര്യം, കുഞ്ഞ് അംഗൻവാടിയിൽ പോകുന്നു. അംഗൻവാടി വർക്കറുടെ ഒരു ബൈറ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും സാറ്റലൈറ്റ് ചാനലുകളിലും വരുന്നുണ്ട്. അവർ പറയുന്നത് കുഞ്ഞിനെ അങ്ങനെ പീഡിപ്പിച്ചതായിട്ടോ ഉപദ്രവിച്ചതായിട്ടോ യാതൊരു സിംറ്റമോ സൂചനവും കുഞ്ഞ് നൽകിയില്ല എന്നുള്ളതാണ്. അതിലും ചില അത്ഭുതങ്ങളുണ്ട്. തീർച്ചയായിട്ടും അംഗൻവാടി എന്നൊക്കെ പറയുന്നത് കേവലം കുഞ്ഞുങ്ങൾ വളരെ കൊച്ചുകുട്ടികൾ വരുന്ന സ്ഥലമാണ്. അത് കേവലം അവിടെ കളിപ്പീരും ചില കാര്യങ്ങൾ പഠിപ്പീരും ഭക്ഷണം കൊടുത്ത് വിടാനുള്ള കേന്ദ്രങ്ങളായി മാറരുത്. കുഞ്ഞുങ്ങളുമായൊരു വലിയ വൈകാരിക ബന്ധം, ജൈവബന്ധം ഉണ്ടാക്കണം. കുഞ്ഞുങ്ങളേത് സത്യവും കള്ളവും എല്ലാ കാര്യവും തുറന്ന് പറയുന്ന ഒരു 2ാമത്തെ അമ്മയായി, വളർത്തമ്മയായി വർക്കർമാർക്കും ആയമാർക്കും എല്ലാം മാറാൻ കഴിയണം. അങ്ങനെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്, കൂടുതൽ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ്. എന്നാലും ചിലയിടങ്ങളിൽ ഇത്ര ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടാവും. അപ്പോൾ കുഞ്ഞാരോടും പറയുന്നില്ല, അമ്മയോട് പറഞ്ഞിട്ട് അമ്മ അത് കേൾക്കുന്നുമില്ല. അമ്മ ആ ബന്ധുവിനെ വഴക്കുണ്ടാക്കിയെന്ന് പറയുന്നു. പക്ഷെ എന്നാലും കുഞ്ഞിന് നീതി ലഭിച്ചില്ല. എന്ത് കണ്ടിട്ടാണ് എന്താണ് ചെയ്യേണ്ടത്? ഇയാളെയൊക്കെ എന്ത് ഭാഷയാണ് ഉപയോഗിച്ച് ഇദ്ദേഹത്തെ വിമർശിക്കേണ്ടത്? കാലപുരിയിലേക്ക് ജീവനോടെ അയക്കണം. ഒരു വിചാരണയുടെ ആവശ്യമില്ല. എന്തിനാണ് വിചാരണ? ഇനി കോടതിയിൽ പോയി നല്ല വക്കീലിനെ വെച്ച് സാഹചര്യ തെളിവുകളുടെയും തെളിവില്ലായ്മയുടെയും സാക്ഷിമൊഴികളുടെ കൂറുമാറ്റത്തിലും ഒക്കെ ചേർന്ന് പുറത്തിറങ്ങാനാണോ? അതോ പണ്ട് കാലത്താണെങ്കിൽ ജയിലിലാണെങ്കിൽ ഗോതമ്പുണ്ട, ഉപ്പില്ലാത്ത ഗോതമ്പുണ്ടയും അതുപോലെ വെള്ളവും ഒക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണെങ്കിൽ എന്ത് സുഖമാണ്! തുറന്ന ജയിലിലൊക്കെയാണ് കൊണ്ടിടുന്നെങ്കിൽ അവർക്കവിടെ ജോലി ചെയ്യാം. ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ നല്ല വരുമാനവും കൊണ്ട് പൈസയും കൊണ്ടിറങ്ങാം. നല്ല ഭക്ഷണമാണ്, ചിക്കനുണ്ട്, മട്ടനുണ്ട്, എല്ലാവിധ സുഖ സൗകര്യങ്ങളോടുകൂടി ജയിലിൽ കഴിയാം. മനുഷ്യാവകാശത്തിൻ്റെ വലിയ വലിയ ആനുകൂല്യമാണ് ജയിൽ പുള്ളികൾക്ക് ഇപ്പോൾ കിട്ടുന്നത്. സുഖമാണ് അവർക്ക്. അപ്പോൾ നല്ല വക്കീലുണ്ടെങ്കിൽ ജാമ്യത്തിലിറങ്ങാം, പരോളിലിറങ്ങാം. പക്ഷെ പോയ കുഞ്ഞ് പോയി. എന്താണ് ഈ രാജ്യത്ത് സംഭവിക്കുന്നത്? ഇത് ഭരണകൂടം മാത്രം വിചാരിച്ചുകൊണ്ടാൽ തീരുന്ന വിഷയങ്ങളല്ല. നമ്മുടെ സാംസ്കാരിക രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, പൊതുരംഗത്ത്, കുടുംബ ബന്ധങ്ങളിൽ, നമ്മുടെ ലൈംഗികപരമായ ഇടപെടലുകളിൽ, ലൈംഗിക ചിന്തകളിൽ, മനുഷ്യൻ്റെ പ്രത്യേകിച്ച് പുരുഷന്മാരുടെ ലൈംഗിക ചിന്തകളിൽ 70 വയസ്സുകാരൻ 4 വയസ്സുകാരി 5 വയസ്സുകാരി പീഡിപ്പിക്കുന്ന കഥകൾ എത്രയെത്ര! അപ്പൂപ്പൻ്റെ അടുത്ത് പോകാൻ മടിക്കുന്ന കൊച്ചുമകളുടെ നാടായി മാറിയാൽ പിന്നെന്ത് സാക്ഷരത, എന്ത് സാംസ്കാരികം, എന്ത് നവകേരളം, എന്ത് ഹരിത കേരളം, എന്ത് കേരളം ഉണ്ടായിട്ട് എന്ത് കാര്യം? എന്തിനാണ് ഇത്രയും സാംസ്കാരിക സംഘടനകൾ, ശാസ്ത്ര സംഘടനകൾ,
സാമൂഹ്യ സംഘടനകൾ, സാംസ്കാരിക നായകന്മാർ, എന്തിനാണ് ഇവരൊക്കെ ഇവിടെ? ലജ്ജിച്ച് തല താഴ്ത്തണ്ടേ? 4 വയസ്സായ കുഞ്ഞിനെ 1 വർഷമായി ഒരു പുരുഷൻ, എത്ര ബന്ധുവാവട്ടെ, പീഡിപ്പിക്കുന്നു. അത് അമ്മ അറിയുന്നു, തല്ലാകുന്നു, പ്രശ്നങ്ങളാകുന്നു. ആ കുഞ്ഞിനെ ആറ്റിലേക്ക് വലിച്ചെറിയുന്നു. കുഞ്ഞിൻ്റെ മൃതദേഹം കിട്ടുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർമാരുടെയും ഫോറൻസിക് വിദഗ്ധരുടെയും കൈ വിറച്ച് കാണില്ലേ? അവിടെ ഹൃദയം നൊന്ത് കാണില്ലേ? എന്താണ് ഈ കാട്ടിക്കൂട്ടിയിരിക്കുന്നത്? 4 വയസ്സായ പെൺകുട്ടിയുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുറിവുണ്ടെന്ന്. എത്ര ഭയാനകമാണ് നമ്മുടെ സാമൂഹ്യ ജീവിതം. നാം എന്ത് നേടി എന്ന് പറഞ്ഞിട്ടും എന്തിനാണ് ഇവിടെ ഇങ്ങനെ കുറേ ജന്മങ്ങൾ? സർക്കാരിന് ചെയ്യേണ്ടത് സർക്കാർ ചെയ്യുന്നുണ്ടോ? നിയമത്തിന് ചെയ്യേണ്ടത് നിയമത്തിന് ചെയ്യുന്നുണ്ടോ? കോടതി ചെയ്യേണ്ടത് കോടതി ചെയ്യുന്നുണ്ടോ? എല്ലാവരും ആത്മപരിശോധന നടത്തണം. ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഏതെങ്കിലും വാർത്ത കിട്ടിയാൽ അത് വലിയ ആഘോഷമായി തൃശ്ശൂർ പൂരം പോലെ കൊണ്ടാടി 2 ദിവസം കഴിഞ്ഞ് വീണ്ടും അത് കളഞ്ഞ് പുതിയ വാർത്തകളിലേക്ക് പോകുന്നതല്ലാതെ ഒന്നിനും ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ, തുടർച്ചയില്ലാതെ, ഒരു തിരുത്തൽ ഉണ്ടാകാത്ത ഒരു സമൂഹമായി നമ്മൾ മാറുകയാണ്. ഗൗരവമായി ചിന്തിക്കണം. തീർച്ചയായും അർഹിക്കുന്ന എല്ലാവർക്കും അവർ എത്രയാണോ അർഹിക്കുന്നത് അതിനേക്കാൾ 10 മടങ്ങ് ശിക്ഷ അവർക്ക് കൊടുക്കാൻ, ഉറപ്പാക്കാൻ കഴിയണം. ഇനി ഇവിടെ കല്യാണിമാരുണ്ടാകരുത്. അതുപോലെ തന്നെ ഈ കല്യാണിയെ ഉപദ്രവിച്ച, ലൈംഗികമായി പീഡിപ്പിക്കുകയൊക്കെ ചെയ്ത, അല്ലെങ്കിൽ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന പുരുഷന്മാർ ഈ നാടിനുണ്ടാകരുത്. അവർ ഈ നാടിന് അപമാനമാണ്. പുരുഷ ലോകത്തിന് ആകെ നാണക്കേടാണ്.